തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിൽ വീണ്ടും ബോംബ് ഭീഷണി. ഒരാഴ്ചയ്ക്കിടെ രണ്ടാം തവണയാണ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. ക്ഷേത്രത്തിന്റെ ഇമെയിലാണ് ഈ സന്ദേശം എത്തിയത്. മനീഷ് മഹിപാൽ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ആവർത്തിച്ചുള്ള ഭീഷണി സന്ദേശമാണ് ഇത്. ഇമെയിൽ വന്നതാണ്. നേരത്തെ വന്ന സന്ദേശം അത് വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നത്. ഇപ്പോൾ എന്താണ് ഈ പുതിയ സന്ദേശത്തിൽ പറയുന്നത്? ഭീഷണി വ്യാജമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് 3 മണിക്ക് ശേഷം ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്ന തരത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ഐഡിയിലേക്ക് ഈ ഒരു ഇമെയിൽ സന്ദേശം വന്നത്. ഒപ്പം തന്നെ തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ബോംബ് വെച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള മെയിലായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 40-ലധികം ബോംബ് ഭീഷണികളാണ് തലസ്ഥാനത്ത് മാത്രം ഉണ്ടായത്. സെക്രട്ടേറിയറ്റ്, വിമാനത്താവളം, ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് അടക്കം നിരവധി സ്ഥലങ്ങളിൽ, പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള സ്ഥലങ്ങളിൽ ബോംബ് ഭീഷണിയുടെ സന്ദേശം വന്നിരുന്നു. ഇതെല്ലാം വ്യാജമാണെന്ന് കണ്ടെത്തിയെങ്കിലും പക്ഷേ ഇതിന്റെ ഉറവിടം കണ്ടെത്താൻ ഇപ്പോഴും പോലീസിന് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ, DIGയുടെ DCPയുടെ ഒക്കെ നേതൃത്വത്തിൽ ഒരു യോഗം ചേർന്നിരുന്നു. അതിൽ സൈബർ വിദഗ്ധരും പങ്കെടുത്തിരുന്നു. ആ സൈബർ വിദഗ്ധർ പങ്കെടുത്ത യോഗത്തിൽ പുറത്തു നിന്ന് കൂടി മൈക്രോസോഫ്റ്റ് കമ്പനികളുടെ സഹായത്തോടു കൂടി ഡാറ്റ ശേഖരിച്ചുകൊണ്ട് ഇത് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണികൾ ഉണ്ടാകുന്ന തരത്തിലുള്ള അന്വേഷണം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാറ്റകൾ പുറത്തു നിന്ന് ക്ഷണിക്കാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ കൊടുത്തിരുന്നു. എന്താണെങ്കിലും ഇന്നത്തെ ഈ ബോംബ് ഭീഷണി അത് വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ ഇമെയിലിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ സൈബർ വിദഗ്ധർക്ക് കൂടി പോലീസ് കൈമാറിയിട്ടുണ്ട്. ശരി, മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ നൽകിയത്. നിലവിൽ വന്ന സന്ദേശം അത് വ്യാജമാണ് എന്ന് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.